വളരും തോറും പിളരുകയും പിളരും തോറും വീണ്ടും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് ഒരിക്കൽ KM മാണി പറഞ്ഞിട്ടുണ്ട്. അത് പലവട്ടം ആ പാർട്ടി തെളിയിച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. കേരള കോൺഗ്രസ് പലവട്ടം പിളരുകയും പിന്നെ വളരുകയും പിന്നെ തളരുകയും ഒക്കെ ചെയ്ത പാർട്ടിയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ആ കേരള കോൺഗ്രസിനെ കുറിച്ചല്ല, വെറും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം രാജ്യമെങ്ങും ചർച്ചയാക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ഏകദേശം 20-ലധികം പിളർപ്പുകൾ കണ്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്. ഇതിൽ 1969 1978 വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധി പങ്കെടുത്ത 2 സുപ്രധാന പിളർപ്പുകളാണ് കോൺഗ്രസിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത് എന്നുള്ളത്. എന്നാൽ ഈ ചരിത്രം ഇപ്പോൾ ആവർത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ പിളർപ്പ് കൊണ്ടുവരുവാൻ തക്ക ധൈര്യവും ഇച്ഛാശക്തിയുമുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ ഉണ്ടോ എന്നതാണ് പ്രധാന ചോദ്യമായി ഉത്ഭവിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഗതി നിർണയിച്ച 2 സുപ്രധാന പിളർപ്പുകൾ എന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു. 1969 കോൺഗ്രസ് രൂപീകരണം ഉണ്ടായത് സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പഴയ പാർട്ടി നേതാക്കളുമായുള്ള അധികാര പോരാട്ടമാണ് ഈ പിളർപ്പിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ബാങ്കുകളുടെ ദേശസാൽക്കരണം പോലുള്ള ഇന്ദിരയുടെ ഇടതുപക്ഷ ആശയങ്ങളോട് അന്ന് അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു. വി ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ച ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടെ കോൺഗ്രസ് അല്ലെങ്കിൽ പുതിയ കോൺഗ്രസ് പിറക്കുകയായിരുന്നു. അതിനുശേഷം 1978 കോൺഗ്രസ് ഐയുടെ രൂപീകരണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് കനത്ത പരാജയം നേരിട്ടതോടെ പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു ഇന്ദിരാ പ്രിയദർശിനി. പ്രതിസന്ധിക്ക് നേരിട്ട് കുറ്റപ്പെടുത്തപ്പെട്ട ഇന്ദിരാഗാന്ധി അവസാനം രാജിവെച്ച് യഥാർത്ഥ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ട കോൺഗ്രസ് ഐ രൂപീകരിച്ചു. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ് പാർട്ടി. 1978 ശേഷം നിരവധി പേർ കോൺഗ്രസിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. എന്നാൽ അത് മറ്റൊരു കോൺഗ്രസ് രൂപീകരിക്കാൻ ആയിരുന്നില്ല. ശരത് പവാറിന്റെ NCP, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ രൂപീകരിക്കുന്നതിനാണ് പിന്നീട് പല നേതാക്കളും കോൺഗ്രസ് വിട്ടുപോയത് എന്നുള്ളതാണ്. സ്വന്തമായി വഴി തിരഞ്ഞെടുത്തുവെങ്കിലും പിന്നീട് പലപ്പോഴും സർക്കാരിൽ കോൺഗ്രസിന് പിന്തുണ നൽകാൻ ഇവർ സഹകരിക്കുകയും ചെയ്തു. പക്ഷെ ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ സംസാരമുയർന്നിട്ടുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഒരു പിളർപ്പ് അസാധ്യമാണ് എന്ന് മറ്റു ചില പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുമ്പോഴും ഒരു പിളർപ്പ് അനിവാര്യതയാകുന്നു. 1969 1978 ഇന്ദിരാഗാന്ധിക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. തന്നോടൊപ്പം ഇറങ്ങി പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ ആളുകളുണ്ട് എന്ന് അവർക്ക് വളരെ വലിയ ഉറപ്പായിരുന്നു. ഇന്നത്തെ ഒരു നേതാവിനും ആ ആത്മവിശ്വാസമില്ല. കോൺഗ്രസിനെ പുലർത്താൻ കഴിയുന്ന ആ ഒരു നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നത്. കപിൽ സിബൽ, ഗുലാം നബി ആസാദ് തുടങ്ങിയ നേതാക്കൾ നയിച്ച G23 കലാപം പോലും ഒരു പിളർപ്പ് സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ അത് പാർട്ടിക്കുള്ളിൽ പ്രസക്തിക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിരുന്നു എന്ന് ആ നേതാക്കൾ വാതോരാതെ പറയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമതൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരാൻ ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. മല്ലികാർജുൻ ഖാർഗെ പ്രസിഡന്റാണ് എങ്കിലും ഗാന്ധി കുടുംബമാണ് അന്തിമ ശക്തി കേന്ദ്രം എന്നതാണ് വസ്തുത. ഗാന്ധി കുടുംബത്തെ ചോദ്യം ചെയ്യുന്നവരുടെ വിശ്വസ്തത പോലും അല്ലെങ്കിൽ ആ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടും എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് പാർട്ടിയെ പുലർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാപിക്കുവാൻ കഴിവുള്ള നേതാക്കൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒറ്റപ്പെട്ട പലായനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കോ ഇനിയും ഉണ്ടാകാം. എന്നാൽ ചരിത്രത്തിൽ എന്ന പോലെ ഒരു വലിയ പിളർപ്പ് സൃഷ്ടിക്കുവാൻ കോൺഗ്രസിന് മറ്റൊരു ഇന്ദിരാഗാന്ധിയെ ആവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇനി അങ്ങനെ ഒരു നേതാവ് ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. ആ രാഷ്ട്രീയ ഇടം ഇന്ന് കോൺഗ്രസിൽ കാണുന്നില്ല എന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ അധികായന്മാർ പങ്കുവെക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിയിൽ വന്ന മാറ്റം, രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ച് ചിലപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ രാജിവെച്ച് വിദേശങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 95ഓളം തിരഞ്ഞെടുപ്പുകളിൽ ഇദ്ദേഹം മുൻനിർത്തി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് യുദ്ധം നയിച്ചു. പക്ഷേ പരാജയമായിരുന്നു ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. പല തിരഞ്ഞെടുപ്പുകളിലും ഒന്നിൽ പോലും വിജയിക്കാൻ കഴിയാതായി പോകുന്നത് ഒരു നേതാവിന്റെ കൂടി കുഴപ്പമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ലെങ്കിലും വരുന്ന ചില തിരഞ്ഞെടുപ്പുകളിലെങ്കിലും ജയിക്കാൻ കഴിയണ്ടേ? അങ്ങനെ ഒരു നേതാവല്ലേ ഒരു പാർട്ടിക്ക് ആധാരശിലയാകേണ്ടത്. പക്ഷേ അത്തരത്തിലാകാൻ കഴിയാതായി പോകുന്നത്
ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന നേതാവിന്റെ പിടിപ്പുകേടാണ്. അപ്പോൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ഒന്നുകിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ രാജിവെച്ച് മാറി നിൽക്കുക, നിങ്ങളുടെ കുടുംബവാഴ്ച അവസാനിപ്പിക്കുക. കുടുംബവാഴ്ചയ്ക്ക് പകരം പുറത്തുള്ളവർ ഈ പാർട്ടിക്കുള്ളിലേക്ക് വരട്ടെ, അവർ നയിക്കട്ടെ. ഇനി ഉണ്ടാകാൻ പോകുന്ന സാധ്യതകളും അതാണ്. ഒന്ന്, ഈ രാഹുൽ ഗാന്ധിയെ തകർത്ത് തരിപ്പണമാക്കിയത് KC വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത KC വേണുഗോപാലാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ 95ഓളം വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അൻപേ പരാജയപ്പെട്ടു പോയത് കോൺഗ്രസ്. ഇനി മറ്റൊന്ന്, ഈ സംഘടനാകാര്യ ദൗർബല്യങ്ങൾ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിനെ പലപ്പോഴും വേട്ടയാടിയിട്ടുണ്ട്. പക്ഷെ ആ സംഘടനയെ നയിക്കുന്ന KC വേണുഗോപാലിനെ പോലുള്ളവർക്ക് പകരം പരിണിതപ്രജ്ഞരായിട്ടുള്ള വളരെ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ ആ പാർട്ടിക്കകത്തുണ്ട്. അവരെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാർട്ടിക്ക് ഇത്തരത്തിലൊരു ഗതികേട് വരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കപിൽ സിബലും ഗുലാം നബി ആസാദും ശശി തരൂറും അടങ്ങുന്ന ആ തുടങ്ങിയ നേതാക്കൾ നയിച്ച G23 കലാപം നമ്മൾ മറന്നിട്ടില്ല. അവർ ഒരു പിളർപ്പിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയില്ല എങ്കിലും ആ 23 പേരടങ്ങുന്ന സംഘം അന്ന് പറഞ്ഞിരുന്നു ഈ പാർട്ടിയുടെ യാത്ര ശരിയായ രീതിയിലല്ല എന്ന്. കാരണം അത് ഉദ്ദേശിച്ചത് ഈ KC വേണുഗോപാലിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. KC വേണുഗോപാൽ അടക്കമുള്ളവരെ മാറ്റിപ്രതിഷ്ഠിക്കേണ്ട സമയമായി എന്ന് പലവട്ടം പലരും പറഞ്ഞിട്ട് പോലും ഈ പാർട്ടിയെ അത്തരത്തിലൊന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ ഇതിലെ നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ പാർട്ടി ഇനി ഈ കുടുംബ പാർട്ടിയിൽ നിന്ന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അവിടെയാണ് DK ശിവകുമാറിനെ പോലുള്ള നേതാക്കളുടെ കടന്നുവരവ് എന്ന് പറയുന്നത്. DK ശിവകുമാർ അടക്കമുള്ളവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ അത്തരത്തിലുള്ള പുതിയ നേതാക്കൾ ഈ പാർട്ടിയെ നയിക്കേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വരുന്ന ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും പക്ഷേ ഈ പാർട്ടി രണ്ട് തലങ്ങളിലേക്ക് പോയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്, രാഹുലിനോടൊപ്പം പോകുന്ന ഒരു വിഭാഗവും മറ്റൊന്ന് യഥാർത്ഥ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന മറ്റൊരു വിഭാഗവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു നേതാവ് കൂടി ഇനി ഈ പാർട്ടിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു നേതാവ് ജനിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. DK ശിവകുമാറിനെ പോലുള്ള നേതാക്കൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞുപോയ കപിൽ സിബലും ഗുലാം നബി ആസാദും ഒക്കെ അപ്പോൾ ഈ പിളർപ്പിന്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഒരു പുതിയ കോൺഗ്രസിന് രൂപം നൽകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ കോൺഗ്രസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ KC വേണുഗോപാൽ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ചിലപ്പോൾ രാജിവെച്ചേക്കും, രാഷ്ട്രീയം തന്നെ മതിയാക്കിയേക്കും. എന്നിട്ട് ഈ നാട് വിട്ട് വിദേശങ്ങളിൽ ചിലപ്പോൾ ചേക്കേറുവാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു.